അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രികളും ഇതിന്റെ ഭാഗമായി ചേരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തയച്ചു. ഈ മാസം 10-ാം തീയതി നമ്മുടെ DGPയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ DGPമാരും കേരളത്തിൽ ഒത്തുചേരുകയാണ്. ഈ എല്ലാ DGPമാരും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും തെലങ്കാനയുടെയും DGPമാർ ഒരുമിച്ച് സമ്മേളിച്ച് കേരളത്തിന്റെ 4 അതിരുകളിലേക്ക് ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആളുകളെ തടയാനുള്ള ഒരു വിപുലമായ പദ്ധതി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പരസ്പരമുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഈ കാര്യത്തിൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അതിനു വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എല്ലാവരെയും, മറൈൻ പോലീസ്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ്, കസ്റ്റംസ്, CRPF ഉൾപ്പെടെയുള്ള ആന്റി നർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു. ഞാനും പങ്കെടുത്തതാണ്. അവരുടെ എല്ലാ സഹായം നമുക്കിതിൽ ലഭിക്കുകയാണ്. പെരുമ്പാവൂർ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പവിത്രവും മനോഹരവുമായ സ്ഥലമാണിവിടെ. തന്നെയുമല്ല, ബുദ്ധിശാലികളായ ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ അതിഥി തൊഴിലാളികളാകാം. പക്ഷേ വ്യാപനം നടത്തുന്ന അവർ മാത്രമല്ല, മലയാളികളുമുണ്ട്. തൊഴിലാളികളെ മറയാക്കി പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ കാണാതെ കടന്നു പോകരുത്. അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിശാലികളായ ആളുകളാണ്. ഇവരിപ്പോ നമ്മൾ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയ ശേഷം ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി അല്പം നിശബ്ദമാണ്. വലിയ ബുദ്ധിമാന്മാരാണിവർ. അവരിപ്പോ ചെയ്തിരുന്ന ഇത് പോലീസിന്റെ ഒരു ആരംഭ ശൂരത്വമാണ്. 1 മാസം 2 മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും. അപ്പോൾ നമുക്ക് വ്യവസായവും വ്യാപാരവും തുടങ്ങാം എന്ന് കരുതി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പൊളിച്ചെഴുതണം നമുക്ക് പെരുമ്പാവൂരിന് ദുഷ്പേര്. ഈ നാടിന്റെ മഹിമയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒറ്റമിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാൻ DGPയുമായി സംസാരിച്ചു. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം നേരത്തെ തന്നെ പോലീസിൽ നർക്കോട്ടിക് DYSP ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാരും ഒന്നും ചെയ്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുണ്ട്. ഞങ്ങൾ ആ സിസ്റ്റത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമുള്ള വാഹനങ്ങൾ, ആവശ്യാനുസരണമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നർക്കോട്ടിക്കിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ തുഫാനോടൊപ്പം നിർത്താൻ, അവരെ നിയമിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് മാത്രം ഈ ലഹരി വ്യാപനം പൂർണ്ണമായി നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ഉണ്ടാകണം, MLAമാരും MP മാരുടെ ഞാൻ എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ 140 MLAമാരും രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടിയോടെ ലഹരി ശൃംഖല തകർത്തിട്ട് മാത്രമേ കേരള പോലീസ് പിൻവാങ്ങുള്ളൂ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ മരണത്തിന്റെ വ്യാപാരികളെ നമ്മൾ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ അമ്മമാർ തങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി കരയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലഹരിക്കടിമയായ ഭർത്താവിന്റെ പീഡനം ഈ കേരളത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ കബളിപ്പിച്ച് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ പെൺകുട്ടികൾ ഭയരഹിതമായി
കേരളത്തിന്റെ തെരുവീഥികളിലൂടെ നടക്കാനുള്ള അവരുടെ അവകാശം ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് തലയിലൊരു സ്വർണ്ണക്കുടവുമായി ഏതൊരു അമ്മയ്ക്കും ഏതൊരു സഹോദരിക്കും നിർഭയമായി കേരളത്തിന്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. വ്യാപാരികൾക്ക് മാന്യമായ ഭയരഹിതമായി വ്യവസായവും വ്യാപാരവും നടത്താനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. ഇവിടെ വികസനം വരണം, വ്യവസായങ്ങൾ വളരണം, ടൂറിസം അഭിവൃദ്ധി പ്രാപിക്കണം. ഇതിനൊക്കെ ആവശ്യം ലഹരിയുടെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്.